നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ ശുചീകരണ തൊഴിലാളികളുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ ആനന്ദാശ്രുവിന് പിന്നിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്കോട പ്രചരണം ഉദ്ഘാടനത്തിനിടെയാണ് സംഭവം നടന്നത്. ശുചീകരണ തൊഴിലാളികളുടെ പ്രാധാന്യം കേന്ദ്രമന്ത്രി സദസ്സിനെ ഓർമ്മപ്പെടുത്തിയതോടെയാണ് അവർ സൂപ്പർ ഹീറോകളായി മാറിയത്. സ്വച്ഛതാ പക്കോട പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ തൊഴിലാളികളെ ആദരിക്കാൻ തീരുമാനിച്ചത്. ആദരം ഏറ്റുവാങ്ങി വേദിയിൽ നിൽക്കെയാണ് വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ ശുചീകരണ തൊഴിലാളികളോട് ഇരിക്കുവാൻ ഇന്നത്തെ താരം നിങ്ങളാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞത്. ആശയക്കുഴപ്പത്തിലായ ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ വേദിയിൽ തന്നെ നിന്നു. വീണ്ടും അതിഥികൾക്കായി ഒരുക്കിയ പ്രത്യേക ഇരിപ്പിടത്തിൽ വന്നിരിക്കാൻ കേന്ദ്രമന്ത്രി നിർബന്ധിച്ചതോടെയാണ് ഇവർ സീറ്റുകളിൽ ഇരുന്നത്. അപ്പോഴേക്കും സുരേഷ് ഗോപി ഇവർക്ക് പിന്നാലെ നിന്നു. മറ്റു വിശിഷ്ട അതിഥികളെയും വിളിച്ചു നിർത്തി. വേദിയിലെ ക്യാമറ കണ്ണുകളിലെയും പരിപാടിയുടെ ഭാഗമായവരുടെയും ഹൃദയത്തിലും ആ മനോഹര ചിത്രം പതിഞ്ഞു. അതേസമയം വികസനത്തിൽ ആരും രാഷ്ട്രീയം കലർത്തരുതെന്ന് കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞു. ടൂറിസം മേഖലയെ രാഷ്ട്രീയ, ജാതി, മത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണുള്ളത്. അത് ശരിയായി ഉപയോഗിക്കാൻ ഇത്രയും നാളായിട്ടും കഴിഞ്ഞിട്ടില്ല. സ്പിരിച്വൽ ടൂറിസം മേഖലയ്ക്ക് വളരെ വലിയ സാധ്യതകളാണ് കേരളത്തിലുള്ളത്. പുതിയ സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ടുകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും രേഖപ്പെടുത്തി അന്തർദേശീയ തലത്തിൽ മാർക്കറ്റ് ചെയ്യാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറാകണം. ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള നിവേദനം KTDA ഭാരവാഹികൾ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചു. KTDA ജനറൽ കൺവീനർ SN രഘുചന്ദ്രൻ, ജനറൽ സെക്രട്ടറി കോട്ടുങ്കൽ കൃഷ്ണകുമാർ, ട്രഷറർ സജി നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.